രണ്ടാം ഊഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറുകയാണോ? അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈനെ അമേരിക്ക കൈവിടുന്നു എന്ന സൂചന ഏറ്റവും ഒടുവിൽ പുറത്തു വന്നു. ജോ ബൈഡൻ്റെ ഭരണകാലത്ത് സെലൻസിക്ക് പിന്നിൽ പാറ പോലെ ബൈഡൻ ഉറച്ചു നിന്നിരുന്നു. റഷ്യയിൽ അധിനിവേശവുമായി മുന്നോട്ട് പോവുകയാണ് സെലൻസ്കിയുടെ ശ്രമത്തിന് തിരിച്ചടിയായി മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. 2024 ഇലക്ഷനിൽ ട്രംപിൻ്റെ മുതിർന്ന ഉപദേശകനായ ബ്രയൻ ലാൻസയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനാവും ട്രംപ് ഭരണകൂടം ശ്രമിക്കുകയെന്നും അല്ലാതെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള യുക്രൈൻ്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ലാൻസ. ട്രംപിൻ്റെ മുൻഗണന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കലാണ്. യുക്രൈന് തുടർച്ചയായി സൈനിക സഹായം നൽകുന്നത് അമേരിക്കയുടെ വിലപ്പെട്ട വിഭവങ്ങൾ ചോർത്തിക്കളയും, ലാൻസ വ്യക്തമാക്കുന്നു. പാരമ്പര്യ ശത്രുക്കളെക്കാൾ അമേരിക്കയോട് നീതികേട് കാട്ടിയത് സുഹൃത്തുക്കളായി കരുതിയ രാജ്യങ്ങളാണെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു. കൃത്യമായ ധാരണയോടെയായിരുന്നു ട്രംപിൻ്റെ ഈ പരാമർശമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സൈനികമായി ഈ രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിച്ചു, എന്നാൽ ഇവരെല്ലാം ചതിച്ചെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. അത് ആവർത്തിക്കാൻ ഇനി അനുവദിക്കരുതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. രണ്ടാം ഊഴത്തിൽ ട്രംപിൻ്റെ നിലപാട് മാറ്റമാണിതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്തായ അമേരിക്ക ആ രാജ്യത്തെ കൈവിടുന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. യുക്രൈൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് തന്നെയാവും ഗസ ഇസ്രായേൽ യുദ്ധത്തിലും അമേരിക്ക സ്വീകരിക്കുക. ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ്. ട്രംപ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ വിളിച്ച് സംസാരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സംഭാഷണത്തിൽ പലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനമാണ് ട്രംപ് നൽകിയതെന്നാണ് വിവരം. ആക്രമണം നിർത്തിവെക്കാൻ നെതന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് അറുതി വരുത്താൻ ട്രംപിന് കഴിയുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതാണ്. ഗസയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കമല ഹാരിസ് വാക്ക് നൽകിയിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ചരിത്ര വിജയം സ്വന്തമാക്കി രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡൻ്റായത്. ട്രംപിൻ്റെ വരവോടെ ഗസ സംഘർഷം രൂക്ഷമാകും, സമാധാനത്തിൻ്റെ വാതിലുകൾ എന്നേക്കും അടഞ്ഞതായും വിലയിരുത്തലുണ്ടായി. അതിൻ്റെ ആശങ്കയിലായിരുന്നു ലോകം. അതിനാൽ ട്രംപിൻ്റെ നിലപാട് മാറ്റം വളരെ ആശ്വാസം നൽകുന്നതാണ്.